S26 Ultra ഇപ്രാവശ്യം ഇറങ്ങിയത് പഴയതിനേക്കാളും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ വിലയ്ക്ക് ഇത് വേർത്തിയാണോ, പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട്, ആ ആഡ് ആയ ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഫീച്ചേഴ്സ് ആണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കെ ഇതിനകത്ത് പുതിയ S26 Ultra'യിൽ സാംസങ് കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന മെയിൻ ഫീച്ചേഴ്സിൽ ഒന്നാണ് ഇതിന്റെ പ്രിവസി ഡിസ്പ്ലേ. അതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ആക്ച്വലി പേഴ്സണലി എനിക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്, കൊള്ളായിരുന്നു, നല്ല ഫീച്ചറാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഹൊറൈസൺ ലോക്കിന്റെ സംഭവം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റെബിലൈസേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം സ്റ്റേബിൾ ആയിട്ട് വീഡിയോ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഹൊറൈസൺ ലോക്ക്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നോർമൽ കേസിൽ നമ്മളിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ക്യാമറ ഇങ്ങനെയൊക്കെ ചരിയുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഫൂട്ടേജും ചരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഹൊറൈസൺ ലോക്ക് ഫീച്ചർ ഓൺ ആക്കിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ ഇങ്ങനെ ആയാലും അപ്സൈഡ് ഡൗൺ ആയാലും 360 ഡിഗ്രി തിരിഞ്ഞാലും നമ്മൾ എടുക്കുന്ന ഫൂട്ടേജ് നേരെ തന്നെ നിൽക്കും. ഈ മിററിനകത്തോടെ ഞാനിപ്പോൾ S26 Ultra വെച്ച് ഷൂട്ട് ചെയ്തതാണ്. ഞാനിങ്ങനെ അപ്സൈഡ് ഡൗൺ ഇത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കാണെങ്കിലും എനിക്ക് കിട്ടുന്ന ഔട്ട് ഞാൻ നേരെ നിൽക്കുന്നതായിട്ട് തന്നെയാണ്. സംഭവം ഈ സാധനത്തിനകത്ത് ഈ ഹൊറൈസൺ ലോക്ക് ഫീച്ചർ ഉള്ളതാണ്. പക്ഷെ അതെല്ലാം ഇതിനകത്ത് 3 മെക്കാനിക്കൽ സ്റ്റെബിലൈസർ ഉണ്ട്. 3 മെക്കാനിക്കൽ സ്റ്റെബിലൈസർ വെച്ചിട്ടാണ് ആ സംഭവം ചെയ്യുന്നത്. പക്ഷേ ഇത് ഈ ഫോണിനകത്ത് അവന്മാർ ചെയ്തത് ഭയങ്കര കിടിലം. ശരിക്കും പറഞ്ഞാലും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും സംഭവം കൊള്ളാം. ഒരു ഫീച്ചർ വൈസ് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഒരുവിധമൊക്കെ ഒന്ന് ഞെട്ടിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ എക്സൈറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഡെയിലി യൂസിൽ നമുക്ക് ഈ ഫീച്ചർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണോ, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് എത്രയും നമ്മളെ കൈയൊക്കെ ചരിഞ്ഞു പോയി വീഡിയോ എടുക്കാനുള്ള സാധ്യത ഉണ്ടോ, ആ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊടുത്ത് പുതിയ S26 Ultra എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ ചോദ്യങ്ങളെല്ലാം അവിടെ ബാക്കിയിരിക്കുകയാണ്. അതെല്ലാം എടുക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിരിക്കും. എന്തായാലും S26 Ultra'യുള്ള ഈ ഒരു ഹൊറൈസൺ ഫീച്ചറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇത് നമുക്ക് യൂസ്ഫുൾ ആണോ, ഇതിനുവേണ്ടി S26 Ultra എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.